ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നല്ലൊരു ചെമ്മീൻ കൊക്കനട്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിലേക്ക് കൊക്കനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിരകിയ തേങ്ങയാണ്. അത് ഏകദേശം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇതുപോലൊരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നമ്മൾ കൊക്കനട്ട് ചേർത്ത് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ചെമ്മീനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനും കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചേർത്ത ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു കോക്കനട്ട് ചേർത്ത ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.